ഹായ് എവ്രിവൺ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുമെന്ന്. ഇന്ന് ഏപ്രിൽ 10th സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻസിൻ്റെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്ന എക്സാം ആയിരുന്നു. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് PSC. നിങ്ങൾക്കറിയാം ഡിസംബർ 2 എക്സാം നടന്നത്. പേ സ്കെയിലൊക്കെ നല്ല പേ സ്കെയിൽ തന്നെയാണ്. 37 കാൻഡിഡേറ്റ്സ് ആണ് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ. അതുമാത്രമല്ല സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 67, ഡിഫറൻ്റ്ലി ഏബിൾഡിൽ 6 ആളുകൾ. അതോടൊപ്പം തന്നെ ടോട്ടൽ എത്രയായിരിക്കും? 110 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലുള്ളത്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ എനിക്ക് സംസാരിക്കാനുള്ളത് ദ മാർക്ക് സെക്യൂർഡ് ബൈ ദി കാൻഡിഡേറ്റ്സ് ആണ്. കട്ട് ഓഫ് മാർക്ക് എത്രയാണ് പറയുന്നത്? 40.33 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കണം, കട്ട് ഓഫിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. 40.33 ആണ്. സോ ഈ എക്സാം എന്ന് പറയുമ്പോൾ 50 മാർക്ക് ഫിസിക്സും 50 മാർക്ക് കെമിസ്ട്രിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നിട്ട് കട്ട് ഓഫ് നോക്കി. കട്ട് ഓഫ് വരുന്നത് എത്രയാണ്? 40.33 ആണ്. സോ ഇൻ ജനറൽ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ഓഫ് ഏറ്റവും കുറയുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എക്സാം 90 മിനിറ്റ്സ് ആയിരുന്നു അല്ലേ? 1.5 hour ആയിരുന്നു. അപ്പം നമുക്ക് വളരെ സമയം കുറവാണ്. ടൈം ഒരു ഇഷ്യൂ ആണ്. എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നത്? ഇനിയും നമുക്ക് എക്സാം വരുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഉള്ള എക്സാം ഉണ്ട്. PSCയുടെ പാറ്റേൺ അനുസരിച്ചിട്ട് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും IT ഒന്നും ചോദിക്കുന്നില്ല. ജനറൽ അവയർനെസ് ഒന്നും തന്നെ ചോദിക്കുന്നില്ല. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് എക്സാംസിൽ സബ്ജക്റ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഒരു എക്സാമാണ് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ. കറക്റ്റ് അല്ലേ? നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിന്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒരുപാട് പിള്ളേർ കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കെമിസ്ട്രി അറിയാം, പക്ഷേ ഫിസിക്സ് അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുതലായിരിക്കും, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്സുകാർ പറയുന്നുണ്ട് എനിക്ക് കെമിസ്ട്രി അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ കെമിസ്ട്രിയിൽ വളരെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 50 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 50 ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 60 to 70 മിനിറ്റ്സ് വേണ്ടേ? ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി സോൾവ് ചെയ്ത് ബബിൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് 1 മിനിറ്റിന് മുകളിലേക്ക് ജനറലി സ്റ്റുഡൻസ് ടൈം എടുക്കുന്നത് കാണാം. ഞാനൊരു ആവറേജ് ആണേ പറയുന്നത്. നിങ്ങൾക്ക് മേ ബി എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ജനറൽ ടൈം കുറവായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളത് ഒരു 10-20 മിനിറ്റൊക്കെ ആയിരിക്കും. ആ 20 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിസിക്സ് സെലക്റ്റീവായിട്ട് നിങ്ങൾ പഠിക്കുക. സെലക്റ്റീവായിട്ടെന്ന് പറയുമ്പോൾ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്നൊക്കെ പറയുന്ന 1D 2D എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫിസിക്സിൽ നിന്ന് ഒരു 20-25 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഇറസ്പെക്റ്റീവ് ഓഫ് എനിക്ക് ഫിസിക്സും പഠിക്കണം കെമിസ്ട്രിയും പഠിക്കണം, നല്ലത് തന്നെയാണ്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ കോർ സബ്ജക്റ്റ് കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിയിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഫിസിക്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഫിസിക്സിൽ ഏറ്റവും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ സ്ട്രെങ്ത് അതാണ് അല്ലേ? ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ഫിസിക്സ് ആണ്. എന്നിട്ട് കെമിസ്ട്രി കുറച്ചും കൂടെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ഓഫിലേക്ക് എത്തിപ്പെടാൻ പറ്റും. കട്ട് ഓഫിൽ നിന്നും ഒരു 10 മാർക്കെങ്കിലും കൂടുതൽ മേടിക്കാൻ നിങ്ങൾ എപ്പോഴും ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കാര്യം നിങ്ങൾ മേ ബി എഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നോക്കൂ, കട്ട് ഓഫിൻ്റെ ബേസിസിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കട്ട് ഓഫ് കുറവാണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സബ്ജക്റ്റ് തന്നെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ സെലക്റ്റീവായി പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യമേ ഉള്ളൂ. കട്ട് ഓഫ് കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.